ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിഖിൽസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മസാല ഓംലെറ്റ് ആണ്. മുട്ട വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ, പക്ഷേ ഇതൊരല്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കൂടുതൽ വെറൈറ്റി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അത് കൂടാതെ നിങ്ങൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷനും കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബേസിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ഒരു ചെറിയ സബോള എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ചില്ലി, ഒരു കറി ലീഫ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 പിഞ്ച് മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഗരം മസാല, പ്ലസ് 3 പിഞ്ച് സോൾട്ട്, പിന്നെ 2 മുട്ട ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മുട്ട നമ്മൾ അടിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്താലോ. ഈ സബോള ചെറിയ സബോള മതി. ചെറിയ സബോള എന്ന് പറയുമ്പോൾ ഒരു ചോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 ടീസ്പൂൺ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്യാം. ഡൺ. തീ കത്തിക്കുക, തവ വയ്ക്കുക. ഞാൻ ഇരുമ്പ് തവ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നെല്ലാം ഓംലെറ്റ് കഴിക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ഇരുമ്പ് തവയിൽ അവർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ വീട്ടിൽ നമ്മുടെ അലുമിനിയം പാത്രവും നോൺ സ്റ്റിക്കിലെല്ലാം ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഇരുമ്പ് തവ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഒരു എന്താ പറയുക, തട്ടുകട ഫ്ലേവർ, ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുട്ട ഓംലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പ് തവ ഉപയോഗിക്കുന്നത്. ഞാൻ എണ്ണ ഒഴിച്ചു, പിന്നെ അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയ ഒനിയനും ഒരു മുളകും പിന്നെ നമ്മുടെ കറി ലീഫും ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം. നന്നായിട്ട് കുക്ക് ചെയ്യട്ടെ അല്ലേ. ഇപ്പോൾ ഏകദേശം കുക്കായി. ഇനി നമുക്കിത് പിഞ്ച് കണക്കിന് 3 പിഞ്ച് ചില്ലി പൗഡർ, 1 പിഞ്ച് ഗരം മസാല, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 പിഞ്ച് ഉപ്പ് കേട്ടോ. ഇത്രയും ഒരു പിഞ്ച് കണക്കിടുകയാണെങ്കിൽ എല്ലാവരുടെയും കണക്ക് കറക്റ്റായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാം മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തവയിലിട്ടെല്ലാം അല്പം ഒന്ന് വേവിച്ചെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നു അല്ലേ. അപ്പോൾ കുക്കായി. ഇനി നമ്മൾ മുട്ട ഇടാനുള്ള സമയമാണ്. മുട്ട ഞാൻ പറഞ്ഞില്ലേ, ബീറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ലെന്നേ. നമ്മുടെ ആ അടുപ്പിലോട്ട് അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കാകുന്നതിന് മുമ്പേ അതെല്ലാം മിക്സ് ആവണം കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ആവണം. ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കുക്കായി പോയി എന്ന് ആയി പോകരുത്, കേട്ടില്ലേ. നമുക്ക് ഈ ഒരു പരുവം വരെ ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ ഏകദേശം ആ ഒരു ഓൾമോസ്റ്റ് ഒരു ഡ്രൈനെസ് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഓക്കെ, പരത്തി കൊടുത്തില്ലെങ്കിൽ അത് അപ്പമായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം അത് കറക്റ്റ് ഷേപ്പായി. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി. ഇനി നമുക്ക് പയ്യെ അതൊന്ന് എന്താ ചെയ്യേണ്ടേ, നമുക്ക് പയ്യെ ഒന്നതൊന്ന് മറച്ചിടേണ്ട ടൈമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പയ്യെ ഒന്ന് നോക്കണം കേട്ടോ. പയ്യെ ഒന്ന് പൊക്കി നോക്കാം മറച്ചിടാൻ പറ്റാറായെന്ന്. കാരണം അതിനകത്ത് സവോളയും കാര്യങ്ങളെല്ലാം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇപ്പോൾ കണ്ടില്ലേ, പൊട്ടുന്നില്ല. നന്നായിട്ട് കുക്കാവണം കേട്ടോ. ബാക്ക് സൈഡ് നല്ലപോലെ കുക്കാവണം. ഇത് നന്നായിട്ട് ഷാലോ ഫ്രൈ ഒന്നുമല്ല, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ മറച്ചിട്ട് തിരിച്ചിട്ടു. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മസാല ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് കമൻ്റ് എല്ലാം പറയുക. ഇപ്പോൾ കണ്ടില്ല, നമ്മളൊരു പാത്രത്തിലോട്ടിട്ടു. ഇനിയൊരു വേപ്പില ചെറിയൊരു ഗാർണിഷിങ്ങിന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് മസാല ഓംലെറ്റ്. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗി മാത്രമല്ല, നല്ല കഴിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ട്.
അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്ന വഴിക്കും നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റാ.